റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഗൊരറ്റി കൊടുങ്കാറ്റ് യുകെയിൽ 99 മൈൽ വേഗതയിൽ കാറ്റും കനത്ത മഞ്ഞുവീഴ്ചയും വരുത്തിവെച്ചു. 10,000-കണക്കിന് ആളുകൾക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കോൺവാളിനും ഐൽസ് ഓഫ് സ്കില്ലിക്കും മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ച അപൂർവമായ റെഡ് വെതർ അലർട്ട് അവസാനിച്ചു. എന്നാൽ വെസ്റ്റ് മിഡ്ലാൻഡ്സ്, വെയിൽസ്, ഗ്ലൗസ്റ്റർഷെയർ, യോർക്ക്ഷയറിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കുള്ള ആംബർ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. മിഡ്ലാൻഡ്സിലെ ഉദ്യോഗസ്ഥർ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശം മഞ്ഞുവീഴ്ചയ്ക്കായി ഒരുങ്ങുകയാണ്. കാരണം 30 സെന്റിമീറ്റർ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. യാത്രാ തടസ്സവും പ്രതീക്ഷിക്കുന്നതായി മുന്നറിയിപ്പുണ്ട്. നാഷണൽ ഗ്രിഡിന്റെ കണക്കനുസരിച്ച് ഇന്ന് പുലർച്ചെ തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ 42,700-ലധികം വീടുകളിൽ വൈദ്യുതിയില്ലായിരുന്നു. വെസ്റ്റ് മിഡ്ലാൻഡിൽ 13,000 എണ്ണത്തിലും വെയിൽസിൽ 1000 എണ്ണത്തിലും വൈദ്യുതിയില്ല. ഗൊരറ്റി കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ വെയിൽസിൽ ഹിമപാത മുന്നറിയിപ്പ് നിലവിൽ നിന്നിരുന്നു. വ്യാഴാഴ്ച രാത്രിയോടെ രാജ്യത്തുടനീളമുള്ള ഏകദേശം 65,000 വസ്തുവകകൾക്ക് വിതരണം നഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച വരെ റോഡുകളിലും റെയിൽ ശൃംഖലയിലും വ്യാപകമായ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോൺവാളിനുള്ള റെഡ് വിൻഡ് മുന്നറിയിപ്പ് 4 മണിക്ക് ആരംഭിച്ച് 11-ന് അവസാനിച്ചു. അസാധാരണമായി ശക്തമായ കാറ്റ് കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. സ്കൂളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാതെ PFI കരാർ അവസാനിച്ചതോടെ പരീക്ഷയ്ക്കിടയിലും വിദ്യാർത്ഥികൾ തണുത്തുവിറച്ചു. സ്റ്റോക്കോൺ-ട്രെന്റിലെ ഒരു വലിയ സെക്കൻഡറി സ്കൂളായ ട്രെൻതാം അക്കാദമിയിൽ നീന്തൽക്കുളം അപകട സൂചനകളാൽ ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം സമീപകാല മോക്ക് പരീക്ഷകളിൽ ചൂടാക്കൽ സംവിധാനം തകരാറിലായിരുന്നുവെന്നും കുട്ടികൾ അഭിപ്രായപ്പെടുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും പരീക്ഷ എഴുതിയ പല വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. 25 വർഷം മുൻപ് സിറ്റി കൌൺസിൽ ഒപ്പുവെച്ച ഒരു പ്രൈവറ്റ് ഫിനാൻസ് ഇനിഷ്യേറ്റീവ് കരാറിന്റെ ഭാഗമായി പരിപാലിക്കപ്പെട്ടിരുന്ന പ്രദേശത്തെ 88 സ്കൂളുകളിൽ ഒന്നാണിത്. ലാഭമുണ്ടാക്കാൻ അനുവദിക്കുന്നതിന് പകരമായി കെട്ടിടങ്ങൾ പരിപാലിക്കുന്നതിനായി സ്വകാര്യ കമ്പനികൾക്ക് ഈ കരാറുകൾ പണം നൽകുന്നുണ്ട്. സ്റ്റോക്കോൺ-ട്രെന്റിലെ കരാർ യുകെയിലുടനീളമുള്ള സമാനമായ ഏകദേശം 660 കരാറുകളിൽ ഏറ്റവും വലുതാണ്. അവയിൽ മിക്കതും മുൻ ലേബർ സർക്കാരിന്റെ കീഴിൽ ഒപ്പുവെച്ചവയാണ്. കൂടാതെ അവസാനിച്ച ആദ്യ കരാറുകളിൽ ഒന്നുകൂടെയാണിത് എന്നും പറയപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്ന ഒരു BBC അന്വേഷണത്തിൽ സ്റ്റോക്കോൺ-ട്രെന്റ് കരാർ സ്കൂളിലെ സുപ്രധാന അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതിന് മുൻപ് കാലഹരണപ്പെടുമെന്ന് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ കരാറുകളുടെ അവസാനം നിർണായകമാണ്. കാരണം കെട്ടിടങ്ങൾ നല്ല നിലയിൽ തിരികെ നൽകിയില്ലെങ്കിൽ പൊതുജനങ്ങളുടെ പണം ബിൽ വഹിക്കേണ്ടി വരും. കരാർ പൂർത്തിയാകുന്നതിന് മുൻപുള്ള വർഷങ്ങളിൽ 24 മില്യൺ മുതൽ 30 മില്യൺ വരെ ചെലവ് വരുന്ന ജോലികൾ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അവയെല്ലാം കൃത്യസമയത്ത് ചെയ്തിട്ടില്ലെന്നും BBC മനസ്സിലാക്കുന്നതായി പറയപ്പെടുന്നു. ഒക്ടോബറിൽ കരാർ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ PFI കമ്പനിയായ ട്രാൻസ്ഫോം സ്കൂൾസ് ലിമിറ്റഡ് ലിക്വിഡേഷനിലേക്ക് പോയി. കെട്ടിട അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാതെ കരാറുകാർക്ക് പണം നൽകാതെ സിറ്റി കൌൺസിൽ ഭാഗങ്ങൾ ഏറ്റെടുക്കുന്നത് നിർത്തി. മാസങ്ങൾക്ക് മുൻപ് TSSL അതിന്റെ ബാധകൾ നീട്ടാൻ സമ്മതിച്ചിരുന്നു. പക്ഷേ പാപ്പരത്തം കാരണം അത് അപ്രസക്തമായി മാറുകയും ചെയ്തു. ഈ അവസരത്തിലാണ് പരീക്ഷകൾക്ക് പോലും കുട്ടികൾക്ക് തണുത്തു വിറയ്ക്കേണ്ട അവസ്ഥ വന്നതെന്നും സൂചിപ്പിക്കപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ പബ്ബുകൾ നേരിടുന്ന ബിസിനസ് നിരക്കുകളിലെ ബില്ലുകളുടെ വരാനിരിക്കുന്ന വർധനവ് സംബന്ധിച്ച ഒരു കുറവ് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ സർക്കാർ പ്രഖ്യാപിക്കും. പബ്ബുകളുടെ ബിസിനസ് നിരക്കുകൾ കണക്കാക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് സർക്കാർ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ബില്ലുകളിൽ ചെറിയ വർധനവിന് കാരണമായി മാറും. സ്ഥലത്തിന്റെ റേറ്റ് ചെയ്യാവുന്ന മൂല്യത്തിൽ കുത്തനെ വർധന ഉണ്ടായതിനെ തുടർന്ന് നിരവധി പബ്ബുകൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞതായി ട്രഷറി ഉദ്യോഗസ്ഥർ പറയുന്നു. ലേബർ MPമാരെ അവരുടെ പരിസരത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന 1000-ലധികം പബ്ബുകൾ ഉൾപ്പെടെയുള്ള ഭൂ ഉടമകളുടെയും വ്യവസായ ഗ്രൂപ്പുകളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ നീക്കം. ഇത് പബ്ബുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നും മുഴുവൻ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്കും ബാധകമല്ലെന്നും BBC പറയുന്നു. കൂടുതൽ സമയം തുറക്കുന്നതിനും കുടിവെള്ളത്തിനായി കൂടുതൽ നടപ്പാതകൾ അനുവദിക്കുന്നതിനും ലൈസൻസിംഗ് നിയമങ്ങളിൽ ഇളവ് വരുത്താൻ ട്രഷറി തയ്യാറാണെന്ന് കരുതപ്പെടുന്നു. മഹാമാരി മുതൽ പ്രാബല്യത്തിൽ വന്ന ബിസിനസ് നിരക്ക് കിഴിവുകൾ 75% നിന്ന് 40% കുറച്ച ചാൻസലർ റേച്ചൽ റീവ്സ് നവംബർ ബഡ്ജറ്റിൽ ഏപ്രിൽ മുതൽ ഒരു കിഴിവും ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു. പബ്ബ് പരിസരങ്ങളുടെ റേറ്റ് ചെയ്യാവുന്ന മൂല്യങ്ങളിൽ വരുത്തിയ വലിയ മാറ്റങ്ങൾക്കൊപ്പം വീട്ടുടമസ്ഥർക്ക് വളരെ ഉയർന്ന നിരക്കിലുള്ള ബില്ലുകൾ ലഭിക്കാനുള്ള സാധ്യതയും അവശേഷിപ്പിച്ചു. ഈ വില വർധനവിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രചാരണം സമീപ ആഴ്ചകൾ പ്രചാരത്തിലായിട്ടുണ്ട്. കൂടുതൽ പിന്തുണയ്ക്കായി പബ് ഉടമകളും വ്യവസായ ഗ്രൂപ്പുകളും ലോബിയിങ് നടത്തുന്നു. സർക്കാരും ഹോസ്പിറ്റാലിറ്റി മേഖലയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തുടരുന്നുവെന്ന് DWP മന്ത്രി ഡാം ഡയാന ജോൺസൺ പറയുകയും ചെയ്തു. ഇനി നാട്ടിലെ വാർത്തകൾ. മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകിയ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അധ്യാപകന്റെ ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിലിന്റെ ഫോണിലാണ് അശ്ലീല ദൃശ്യങ്ങളുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. സൈബർ ക്രൈം വിഭാഗത്തിനാണ് അന്വേഷണ സംഘം ഫോൺ കൈമാറിയത്. ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കും. അതേസമയം അനിലിനെതിരെ കുട്ടികൾ മൊഴി നൽകി. സ്കൂളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് കുട്ടികൾ മൊഴി നൽകിയത്. ചില കുട്ടികളെ അധ്യാപകൻ താമസിക്കുന്ന സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചതായും മൊഴി നൽകിയിട്ടുണ്ട്. അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ വന്നതോടെ 5 വിദ്യാർത്ഥികളുടെ പരാതികളിൽ മലമ്പുഴ പോലീസ് കേസെടുത്തു.
ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് കരയിൽ പ്രവേശിക്കും. രാത്രിയോടെ ശ്രീലങ്ക തീരം ഹെവൻടോട്ടയ്ക്കും കാൽമുനൈക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ജനുവരി 12 വരെ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നാളെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചനമുണ്ട്. ഇതുപ്രകാരം നാളെ 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കാണ് നാളെ യെല്ലോ അലർട്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. വിജയ് ഹസാരെ ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിച്ചതിനു പിന്നാലെ ക്വാർട്ടർ ഫൈനലിന്റെ ലൈനപ്പ് പുറത്തുവിട്ടു. 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ആവേശകരമായ പോരാട്ടങ്ങൾ 12, 13 തീയതികളിൽ ബാംഗ്ലൂരുവിൽ നടത്തുമെന്ന് BCCI വ്യക്തമാക്കി. എല്ലാ മത്സരങ്ങളും രാവിലെ 9 ആരംഭിക്കും. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കർണാടക, മുംബൈ, ഡൽഹി, വിദർഭ, ഉത്തർപ്രദേശ്, പഞ്ചാബ് ടീം അവസാന 8-ൽ എത്തിയത്. 12 നടക്കുന്ന ആദ്യ ക്വാർട്ടറിൽ കർണാടകയും മുംബൈയും, 2ാം ക്വാർട്ടറിൽ ഉത്തർപ്രദേശും സൌരാഷ്ട്രയും ഏറ്റുമുട്ടും. 13 നടത്തുന്ന 3ാം ക്വാർട്ടറിൽ പഞ്ചാബ് മധ്യപ്രദേശിനെയും, 4ാം മത്സരത്തിൽ ഡൽഹി വിദർഭയെയും നേരിടും. 15, 16 തീയതികളിൽ സെമി ഫൈനലും 18 ഫൈനലും ബംഗളൂരുവിൽ തന്നെ നടത്തപ്പെടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണലിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് ലിവർപൂൾ. മത്സരത്തിൽ നന്നായി തുടങ്ങിയ ആഴ്സണലിന് മുമ്പിൽ ലിവർപൂൾ വിയർക്കുന്നത് ആണ് ആദ്യം കാണാനായത്. സാക്കയും ട്രോസാഡും വിങ്ങിൽ അപകടം വിതച്ചപ്പോൾ ലിവർപൂൾ പതറി. എന്നാൽ ഇതൊന്നും ഗോൾ ആക്കി മാറ്റാനോ ആലിസിനെ ശക്തമായി പരീക്ഷിക്കാനോ ആഴ്സണലിന് ആയില്ല. ഇടയ്ക്ക് ആഴ്സണൽ പ്രതിരോധത്തിലെ ആശയക്കുഴപ്പത്തിൽ നിന്ന് ലഭിച്ച അവസരത്തിൽ ബ്രാഡ്ലി തൊടുത്ത ഷോർട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങിയതാണ് ലിവർപൂളിന് പറയാൻ പറ്റിയ അവസരം. പ്രതിരോധം ശക്തമാക്കിയ ലിവർപൂൾ ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നു. 2ാം പകുതിയിൽ ബോളിൽ കൂടുതൽ നിയന്ത്രണം ഏറ്റെടുത്ത ലിവർപൂൾ ആഴ്സണലിന് വലിയ അവസരമൊന്നും നൽകിയില്ല. എന്നാൽ ആഴ്സണൽ ഗോളിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാനും അവർക്കായില്ല. 2010 ശേഷം ഇതാദ്യമായാണ് ലിവർപൂൾ ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഒരു ഷോട്ട് പോലും ഗോൾ പോസ്റ്റിലേക്ക് അടിക്കാൻ കഴിയാതെ പരാജയപ്പെടുന്നത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 121.00 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.